ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നീണ്ട 38 വർഷ കാലയളവിന് ശേഷം വീണ്ടും ആവനാഴി ഒരിക്കൽ കൂടി റിലീസ് ചെയ്യുകയാണ്. ഇക്കുറി 7.1 ഡോൾബി സൗണ്ടിലാണ് സിസ്റ്റം എത്തുന്നത്. കേരളത്തിൽ അത്യാവശ്യം കുറച്ച് തിയേറ്ററുകളിൽ ഈ സിനിമയുണ്ട്. തിരുവനന്തപുരം 6-7 തിയേറ്ററുകളോളമുണ്ട്. അങ്ങനെ തുടങ്ങുന്നു. എറണാകുളത്തും ഒട്ടുമിക്ക സെൻറ്ററുകളിലും സിനിമ 1-2 ഷോകളായിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ സിനിമയുടെ ഷോകളുണ്ട്. 38 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മമ്മൂട്ടിയുടെ 35-ാം വയസ്സിൽ അഭിനയിച്ച ചിത്രമാണ് ആവനാഴി. IV ശശിയും T ദാമോദരനും മാഷും ചേർന്ന് ഉണ്ടാക്കിയ ഈ ഒരു സിനിമ, അന്ന് സാജനായിരുന്നു ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, മ്യൂസിക് സാമായിരുന്നു. ഈ ഒരു സിനിമ ആ ഒരു കാലത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു സിനിമയായി തന്നെ ആളുകൾ വിലയിരുത്തപ്പെട്ടതാണ്. അതിനുശേഷം കാലം ഇത്രയും കടന്നിട്ടും ഇന്നും ഇതിനകത്തിലെ ബൽറാം എന്ന ക്യാരക്ടറിനെ വെല്ലുവിളി നേടുന്ന ഒരു ക്യാരക്ടറും ഉണ്ടായിട്ടും ഇല്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പ് പലതവണ സിനിമ റിലീസ് ചെയ്തപ്പോഴും ഒക്കെ സിനിമ വലിയ രീതിയിലുള്ള വിജയമാവുകയും ചെയ്തു. ഇക്കുറി വരുന്നത് ഒരു നൂതനമായ ടെക്നോളജിയുടെ പിൻബലത്തോടു കൂടിയാണ്. ഇതിനു മുമ്പൊക്കെ സിനിമ സാധാരണ രീതിയിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. 2-3 വട്ടം ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. നേരത്തെയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും റിലീസില്ല. 1-2 അല്ലെങ്കിൽ 5-6 തിയേറ്ററുകളിൽ മാത്രമാണ്. ഒരു 20 വർഷം മുമ്പ് വരെ നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് തിയേറ്ററുകളാണ് എല്ലാ സിനിമകളും റിലീസ് ചെയ്യുന്നത്. ഇന്നത്തെ പോലെ 700-800 തിയേറ്ററുകളിലൊന്നും ഈ സിനിമ അങ്ങനെ റിലീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. എന്താണെങ്കിലും ഈ ഒരു സിനിമ എല്ലാം തികഞ്ഞ ഒരു പോലീസ് വേഷമായിരുന്നു. നാളുകൾക്കിപ്പുറം ചിന്തിക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കാം, ആ ഒരു കാലഘട്ടത്തിലെ മാച്ചാകുന്ന ആ ഒരു കാലഘട്ടത്തിലെ കഥയെടുത്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരുന്നത്. മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇപ്പോഴും ഒപ്പം അഭിനയിക്കുന്ന സീനിയർ താരങ്ങൾ ഉൾപ്പെടെ, ജൂനിയർ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ താരങ്ങൾ ഉൾപ്പെടെ, അതായത് സൂപ്പർ താരങ്ങളുടെ പദവിയിലെത്തുന്ന താൻ നിൽക്കുന്ന താരങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചിട്ടും, അല്ലെങ്കിൽ അവർ ശ്രമിക്കാതിരിക്കുകയോ അങ്ങനെയുള്ള കാര്യമല്ല. ഈവൻ മമ്മൂട്ടിക്ക് പോലും ഇതേപോലെ മികച്ച ഒരു ക്യാരക്ടർ ഇന്ന് വരെ വന്നിട്ടില്ല. അതായിരുന്നു T ദാമോദരൻ മാഷിൻ്റെ തൂലികയിൽ നിന്നും അതേപോലെ IV ശശി എന്ന ട്രെൻഡ് സെക്ടർ ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്നും വന്ന ഈ ഒരു ചിത്രം. ഓരോ കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് IV ശശി സിനിമകൾ ഓരോന്നും വ്യത്യസ്തത പുലർത്തുന്നു. മമ്മൂട്ടിയും മോഹൻലാലിനൊക്കെ വലിയ ലിവറേജ് കൊടുത്തിരുന്ന ആ ഒരു ഡയറക്ടർ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓരോന്നും ഒന്നിനൊന്നിനും വ്യത്യസ്തത പുലർത്തിയിരുന്ന ഒരു സിനിമകളുമായിരുന്നു. ഇന്ന് ആവനാഴി വരുമ്പോഴും 38 വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു കാലഘട്ടം ആയിരുന്നു അതിൻ്റെ കഥ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ ആയിരുന്നു എന്നല്ലാതെ വേറെ ഒന്നും വ്യത്യാസമില്ല. കാരണം ഈ സിനിമ ഇന്നും നമ്പർ 1 ആയി തുടരുകയാണ്. വേറെ ഒരു നടനും അവകാശപ്പെടാനില്ലാത്ത, അതായത് 35 വയസ്സിലാണ് മമ്മൂട്ടി ഈ ഒരു സിനിമ അഭിനയിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് 73 വയസ്സ് കഴിയുന്നു. വീണ്ടും അതേ രീതിയിൽ തന്നെ ആ ഒരു സിനിമയെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം നേരത്തെയൊക്കെ എപ്പോഴൊക്കെ റിലീസ് ചെയ്തു അന്നൊക്കെ ഇതിന് ഒരു ടിപ്പിക്കൽ ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സിനിമകളുടെ പ്രത്യേകത, ഒരു മമ്മൂട്ടി ആരാധകർ മാത്രമല്ല ഈ സിനിമ കാണുന്നത്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക CBI ഒക്കെ പോലെ തന്നെ ഇതിന് ഒരു പ്രത്യേക സെപ്പറേറ്റ് വിങ് ഉണ്ട്, ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയും ആദ്യമായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതായത് ഇങ്ങനെ നൂതനമായ ടെക്നോളജിയിലൂടെ സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയും ഒക്കെ മികച്ചതായി വരുമ്പോൾ ഈ ഒരു സിനിമ ഇന്ന് ഹൗസ്ഫുൾ അടിക്കുമോ? എല്ലായിടത്തും 100 കോടിയോ അല്ലെങ്കിൽ 1 കോടിയോ അടിക്കുമോ എന്നുള്ള ചോദ്യമൊന്നുമല്ല. ഏതെങ്കിലുമൊക്കെ ഒരു ഷോയ്ക്ക് ഹൗസ്ഫുൾ അടിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് വളരെ പഴയ ഒരു സിനിമ തന്നെയാണ്. ഇന്ന് പലരുടെയും ടേസ്റ്റിനകത്തിലുള്ള കാര്യങ്ങൾ പോലും ആയിരിക്കില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് ആരാധകരുണ്ട്. അവരത് കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ ആളുകൾ അത് കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ പല ഫാൻ ഫൈറ്റ് നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ മികച്ച സിനിമകൾ എന്നുള്ളത്. ഇന്ന് കാണുന്ന സിനിമകളെക്കാൾ എത്രയോ പടി ഉയർന്നതായിരുന്നു എന്നുള്ളതും. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ സിനിമ നല്ല ലെവലിൽ ഒരുപാട് ആരാധകരുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത്. കാത്തിരിക്കാം. ഒരു അനക്കവുമില്ലാതെ ആരും അറിയാതെ തന്നെ വന്നിരിക്കുന്ന റിലീസാണ്. ഇതിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞ പോലെ 1 കോടി അടിക്കുകയോ 10 കോടി അടിക്കുകയോ ഒന്നുമല്ല. റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ നമുക്ക് വരാം. എന്താണെങ്കിലും 38 വർഷങ്ങൾക്ക് ശേഷം ആ കാലത്തെ ഏറ്റവും മെഗാ ഹിറ്റായ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്ന ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ചിത്രമായിരുന്ന ആവനാഴി അങ്ങനെ റിലീസിനെത്തുന്നു. ഇൻസ്പെക്ടർ ബൽറാം തുടർച്ചയായി 3 പാർട്ടുകളിൽ വന്നു. 2 പാർട്ടുകളും അതിഗംഭീരമായ സക്സസ് ആയിരുന്നെങ്കിൽ 3ാമത്തെ പാർട്ട് പരാജയമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ. വൈകുന്നേരത്തേക്ക് ഇതിൻ്റെ കാഴ്ചക്കാരുടെ അഭിപ്രായം കാര്യങ്ങളുമൊക്കെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ ഉണ്ടാവണം. ദീപ് മീഡിയാസ്.